Hi children, welcome to science class. Let us start 12th lesson, chapter name Reproduction in Plants. 12th chapter name is Reproduction in Plants. What is reproduction? The production of new individuals from their parents is known as reproduction. Parent is in the new individual produce ചെയ്യുന്നതാണ് reproduction. How do plants reproduce? Plants എങ്ങനെയാണ് reproduce ചെയ്യുന്നത്? There are two ways to which plants reproduce. എങ്ങനെയൊക്കെ reproduce ചെയ്യുന്നത്? By asexual reproduction and by vegetative propagation. Okay. Okay, listen here. Modes of reproduction. Most plants have roots, stem and leaves. Plants nokku root undu, stem undu, leaves undu. These are called vegetative part of a plant. Adana plant inde vegetative part ennu parayunnathu. What is the function of flowers in plants? Plants in function, flowers in the function endana? Flowers perform the function of reproduction in plants. നമുക്കറിയാം പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ, റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് ഫ്ലവേഴ്സ് പെർഫോം ചെയ്യുന്നത്. സോ ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണ്. There are several ways by which plants produce their offspring. പല ടൈപ്പിലെ പ്ലാന്റ്സ് അതിന്റെ ഓഫ്സ്പ്രിങ് ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു ടു ടൈപ്സ്. അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. In asexual reproduction, plants can give rise to new plants without seeds. Asexual reproductionലെ പ്ലാന്റ്സ് നമുക്കറിയാം, പ്ലാന്റ്സ് സീഡ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സീഡ് എന്നല്ലാണ്ട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെറാസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം സീഡ്. സീഡ് എന്ന ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ. Asexual reproduction. In asexual reproduction, new plants are obtained without production of seeds. New plants produce ചെയ്യുന്നത് എങ്ങനെയാണ്? asexual reproduction, seed എന്ന് അല്ല. Vegetative propagation. What is vegetative propagation? It is a type of asexual reproduction. Asexual reproduction ആണ് എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റൂട്ട്സ്. ന്യൂ പ്ലാന്റ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രം റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് ആൻഡ് ബഡ്സ്. റൂട്ട് എന്ന്, സ്റ്റെം എന്ന്, ലീവ്സ് എന്ന്, അതുപോലെ ബഡ്സ് എന്നൊക്കെയാണ് ന്യൂ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിൻസ് റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലാന്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ? വെജിറ്റേറ്റീവ് പാർട്സിലൂടെ ആണെങ്കിൽ അതിനെ പറയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് സ്റ്റെം കുഴിച്ചിട്ടിട്ട് ലീഫിൽ നിന്ന്, അതുപോലെ ബഡിൽ നിന്നൊക്കെയാണ് ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി. കട്ട് എ ബ്രാഞ്ച് ഓഫ് റോസ് ഓർ ചാമ്പ വിത്ത് എ നോഡ്. ഒരു റോസ് പ്ലാന്റ് കട്ട് ചെയ്യുക. ദിസ് പീസ് ഓഫ് ബ്രാഞ്ച് ഈസ് ടേംഡ് എ കട്ടിംഗ്. Bury the cutting in the soil. A node is part of the stem or branch at which the leaf arises. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊട്ട് പോലെയുള്ളതാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റെം, റോസിന്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് ആണ് എന്താവുന്നത്? ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താ ആക്ടിവിറ്റിയിൽ പറയുന്നത്? ബറി ദ കട്ടിങ് ഇൻ ദ സോയിൽ. കട്ട് ചെയ്ത പോർഷൻ എന്താക്കണം? സോയിലില് കുഴിച്ചിടാൻ. എ നോഡ് ഇസ് എ പാർട്ട് ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിന്റെ മുകളിൽ നോഡ് ഉണ്ടായിരിക്കും. ഒരു എന്താ പറയാ, ഒരു മൊട്ട് പോലുള്ളത് ഉണ്ടായിരിക്കും. അവിടെ എന്ത് വരും? അതിൽ നിന്നാണ് എന്ത് വരുന്നത്? ലീഫ് വരുന്നത്. വാട്ടർ ദ കട്ടിംഗ് എവറി ഡേ ആൻഡ് ഒബ്സർവ് ഇറ്റ്സ് ഗ്രോത്ത്. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡെയിലി. അതിന്റെ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ഫോർ റൂട്ട് ടു കം ഔട്ട് ആൻഡ് ന്യൂ ലീവ്സ് ടു അറൈസ്. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് റൂട്ട് വരുന്നത്, ന്യൂ ലീവ്സ് വരുന്നതെന്നൊക്കെ ഒബ്സർവ് ചെയ്യാൻ. ട്രൈ ദ സെയിം ആക്ടിവിറ്റി ബൈ ഗ്രോയിങ് മണി പ്ലാന്റ് ഇൻ എ ജാർ ഓഫ് വാട്ടർ ആൻഡ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. സെയിം ആക്ടിവിറ്റി മണി പ്ലാന്റ് വെച്ചിട്ടും ചെയ്യാൻ. മണി പ്ലാന്റിനെ എങ്ങനെ വെക്കാൻ വേണ്ട? വാട്ടറിൽ വെച്ചിട്ടും അതിന്റെ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ. ഏത് ദിവസം മുതൽ എത്ര ടൈം എടുത്തിട്ടാണ് അത് വളരുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ. In this picture you can see node. നോഡ് ആണത്, മൊട്ട് പോലെയുള്ളതാണ് നോഡ് എന്ന് പറയുന്നത്.
Okay, next another activity. Take a fresh potato. ഒരു പൊട്ടറ്റോ എടുക്കുക. Observe the scars on it with the help of a magnifying glass. Scars എന്ന് പറഞ്ഞാൽ ഒരു growth ആണ്. You may find bud in them. അപ്പൊ അതിന്റെ മുകളിലുള്ള എന്താണ് ആ ഗ്രോത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ബഡ് കാണാൻ പറ്റും. These scars are also called eyes. ഇപ്പൊ പൊട്ടറ്റോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ നിറയെ ചെറിയ ചെറിയ കുരു പോലെ കാണാൻ പറ്റും. ചെറിയത് ഒരു എന്താ പറയാ, അത് മുളയ്ക്കാൻ പോകുന്നതാണ് ആ ചെറിയ സ്കാർസ് എന്ന് പറയുന്നത്. ആ സ്കാർസിന്റെ വേറൊരു പേരാണ് ഐസ്. These scars are also called eyes. Cut the potato into small portion. പൊട്ടറ്റോനെ സ്മോൾ പോർഷൻ ആയിട്ട് കട്ട് ചെയ്യുക. ഈച്ച് വിത്ത് ആൻ ഐ ആൻഡ് bury them in the soil. ഓരോ പോർഷനിലും ഐ ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ ബഡുകളുള്ള പോർഷൻ വേണം, പോർഷൻ ആക്കിയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് സോയിലിൽ ബറി ചെയ്യാം. വാട്ടർ ദ പീസസ് റെഗുലർലി ഫോർ എ ഫ്യൂ ഡേയ്സ് ആൻഡ് ഒബ്സർവ് ദെയർ പ്രോഗ്രസ്. എന്നിട്ട് ഡെയിലി വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് അതിന്റെ ഒബ്സർവ് ചെയ്യാം, അതിന്റെ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാം. ഓക്കെ. പൊട്ടറ്റോ പ്ലാന്റ് സ്പ്രൗട്ടിംഗ് ഫ്രം എൻ ഐ. ഐ ആണിത്, ഈ പിക്ചറിൽ കാണുന്നതാണ് ഐ എന്ന് പറയുന്നത്. ഈ ന്യൂ പൊട്ടറ്റോ പ്ലാന്റ് വരുന്നത് ഈ ഐയിൽ നിന്നാണ്. ഓക്കെ. Bryophyllum. Bryophyllum has buds in the margin of leaves. Bryophyllum plant പുതിയത് ഉണ്ടാവുന്നത് അതിന്റെ ലീവ്സിൽ നിന്നാണ്. ലീവ്സിന്റെ എൻഡില് ബഡ്സ് ഉണ്ടായിരിക്കും. ആ ബഡ്സിൽ നിന്നാണ് ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ന്യൂ പ്ലാന്റ് ലീഫിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രയോഫിലം. ഓക്കെ. നെക്സ്റ്റ്, റൂട്ട്സ് ഓഫ് സം പ്ലാന്റ്സ് ക്യാൻ ഓൾസോ ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്. ചില പ്ലാന്റിന്റെ റൂട്ടിൽ നിന്നാണ് ന്യൂ പ്ലാന്റ് ഉണ്ടാവുക. എക്സാമ്പിൾ ആണ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ഡാലിയ ആർ സം ഓഫ് ദി എക്സാമ്പിൾ. സ്വീറ്റ് പൊട്ടറ്റോയും അതുപോലെ ഡാലിയയും എക്സാമ്പിൾ ആണ്. Plants such as cacti produce newer plants when their parts get detached from the main plant body. Cactus, കള്ളിച്ചെടി, കള്ളിമുൾച്ചെടി കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. Each detached part can grow into a new plant. Next, plant produced by vegetative propagation take less time to grow and bear flowers and fruits earlier than those produced from seed. ഒരു സീഡ് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവുന്നതിനേക്കാളും സ്പീഡിലാണ് ഒരു സ്റ്റെമ്മ് കുഴിച്ചിട്ടാല് സ്റ്റെമ്മ് ഉപയോഗിച്ചിട്ട് ഒരു പ്ലാന്റ് പെട്ടെന്ന് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെമ്മ് മാത്രമല്ല വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ സീഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ന്യൂ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട്. The new plants are exact copies of the parent plant as they are produced from a single parent. Okay. Next, about budding. What is budding? You have already learned about the tiny organism like yeast can be seen only under a microscope. Yeastനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Yeast are single celled microorganisms ആണ്. നമുക്ക് naked eye കൊണ്ട് കാണാൻ പറ്റില്ല. We can observe through മൈക്രോസ്കോപ്പിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റുക. These grow and multiply every few hours if sufficient nutrients are made available to them. അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അതിന്റെ ഗ്രോത്ത് സ്പീഡിലാണ്. ഫ്യൂ ഹവേഴ്സിനുള്ളിൽ തന്നെ അത് എന്താവും, റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. Activity to be demonstrated by teacher. Okay. What is the activity? Take a piece of yeast cake or a yeast powder from a bakery or a chemist shop. Bakery in the yeast powder edukka korchu. Take a pinch of yeast and place it in a container with some water. Korchu yeast edukka, adine oru container le water ulla korchu water eduthitta container like iduva. Add a spoonful of sugar and a shake to dissolve it. എന്നിട്ട് ഒരു സ്പൂൺ ഫുൾ ആയിട്ട് ഷുഗർ എടുത്തിട്ട് അതിലേക്ക് ഡിസോൾവ് ചെയ്യുക. കീപ് ഇറ്റ് ഇൻ ദ വാം പാർട്ട് ഓഫ് എ റൂം. എന്നിട്ട് റൂമിൽ വാം ആയിട്ടുള്ള ഭാഗത്ത് കീപ്പ് ചെയ്യുക. ആഫ്റ്റർ ആൻ അവർ put a drop of this liquid on a glass slide and observe under a microscope. ഒരു മണിക്കൂറിന് ശേഷം can observe through microscope. മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ എന്താണ്, വാട്ട് യുവർ ഒബ്സർവേഷൻ, എന്താ നിങ്ങളുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? You may see the formation of new yeast cell. ഇതൊരു yeast cell ആണ്. ആ yeast cell എന്താണ്, ഹവേഴ്സിന് വിത്തിൻ ഫ്യൂ ഹവേഴ്സ് അതെന്താണ്, അതൊരു ബഡ് ഫോം ചെയ്തു. ആ ബഡ് എന്തായിട്ട് വന്നു, ന്യൂ yeast cell ആയിട്ട് മാറുകയാണ്. Okay. The small bulb-like projections coming out from the yeast cell is called a bud. First single yeast cell ആണ്. ഒരു ബൾബ് പോലുള്ള ഒരു പ്രൊജക്ഷൻ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ വരും. അതിന് ആ yeast സെല്ലിലുള്ള പ്രൊജക്ഷന് പറയുന്ന പേരാണ് ബഡ്.
The bud gradually grows and get detached from the parent cell and forms a new yeast cell. ഈ ബഡ് എന്താ ചെയ്യുന്നത്? വളർന്നു കഴിഞ്ഞാൽ അത് പാരന്റ് പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് സെപ്പറേറ്റ് ആവും, എന്നിട്ട് ന്യൂ ഈസ്റ്റ് സെൽ ആയിട്ട് ഫോം ചെയ്യും. The new yeast cell grows, matures and produces more yeast cell. അത് പിന്നെ വീണ്ടും ഗ്രോത്ത് അതിന്റെ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ന്യൂ ഈസ്റ്റ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. Sometimes another bud arises from the bud, forming a chain of buds. ചില കേസസിൽ എന്താണ് chain of buds ഫോം ചെയ്യുന്നുണ്ട്. If this process continues, a large number of yeast cells are produced in a short time. Okay, next fragmentation. What is fragmentation? Slimy green patches in pond. You can see slimy green patches in pond. പോണ്ടിലൊക്കെ വഴുവഴുപ്പുള്ള ഗ്രീൻ കളർ പാച്ചസ്, ഒരു പാച്ചസ് അടയാളം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സബ്സ്റ്റൻസിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓർ ഇൻ അതർ സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസ്. പോണ്ടിൽ മാത്രമല്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന വാട്ടർ ബോഡീസിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്രീൻ പാച്ചസ് കാണാൻ പറ്റും. ദീസ് ആർ ആൽഗെ. ആ ഗ്രീൻ പാച്ചസിന് പറയുന്ന പേരാണ് ആൽഗെ. When water and nutrients are available, algae grow and multiply rapidly by fragmentation. വെള്ളം, ന്യൂട്രിയൻസ് ഒക്കെ, വാട്ടറും ന്യൂട്രിയൻസ് ഒക്കെ ആൽഗയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൽഗെ അതിന്റെ ഗ്രോത്ത് എന്താണ് പെട്ടെന്ന് നടക്കും. അത് പെട്ടെന്ന് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താണ് ന്യൂ ആയിട്ട് ഫോം ചെയ്യും. അത് റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പ്രോസസ്സാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെയാണ് ആൽഗെ അത് എന്താകുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. An algae breaks up into 2 or more fragments. These fragments or pieces grow into new individuals. ഈ ഒറ്റ ആയിട്ടുള്ള ഒരു പീസ് ആയിരുന്നു, അതെങ്ങനെയാ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് സെപ്പറേറ്റ് ആയിട്ട് 2 പീസ് ആയിട്ടോ അതുപോലെ പീസ് ആയിട്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ട്, ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പീസസ് ആയിട്ട് ഫോം ചെയ്തിട്ടാണ് ന്യൂ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നത്. This process continues and they cover a large area in a short period of time. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിന് കുറെ സ്പേസ് കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറെ വിത്തിൻ ടൈമിൽ തന്നെ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു.